നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പണ്ട് കാലം മുതൽ മനുഷ്യരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് വേപ്പ്. വേപ്പിന്റെ കഥയാകട്ടെ ഇന്ന് നമ്മൾക്ക് കേൾക്കാം. ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി വേപ്പ് ഔഷധ സസ്യമായി ഉപയോഗിച്ചിരുന്നു. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വേപ്പിന്റെ ജീവിതം തുടങ്ങുന്നത്. മണ്ണിൽ വീണ വിത്ത് മുളച്ച് ചെറുചെടിയായി വളരുന്നു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് വലിയ വൃക്ഷമായി മാറും. വേപ്പിന്റെ ഇലകൾക്ക് കയ്പ് രുചി ഉണ്ടെങ്കിലും അവയ്ക്ക് ധാരാളം ഔഷധ ഗുണമുണ്ട്. ഇല, പൂവ്, കായ്, തൊലി, വേര് എന്നിവയെല്ലാം പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഗ്രാമങ്ങളിൽ വീടുകളുടെ സമീപത്ത് വേപ്പ് നട്ടു വളർത്തുന്നത് പതിവായിരുന്നു. വേപ്പിന്റെ തണലും ശുദ്ധവായുവും പരിസരത്തെ ആരോഗ്യകരമാക്കുന്നത് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ വേപ്പിന്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു, ഇലകൾക്ക് ഔഷധ ഗുണമുണ്ട്, കീടങ്ങളെ അകറ്റാനായിട്ട് ഉപയോഗിക്കുന്നു, പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാണ്, നല്ല തണൽ നൽകുന്നു. ഇന്നും വേപ്പ് പ്രകൃതിയുടെ വിലയേറിയ സമ്മാനമായി കണക്കാക്കപ്പെടുന്നു. ഗ്രാമത്തിന്റെ മരുന്നുകട എന്ന പേരിലും വേപ്പ് അറിയപ്പെടുന്നു. ഒരു ചെറിയ വേപ്പ് വിത്ത് മണ്ണിൽ വീണ് മഴ പെയ്ത് സൂര്യന്റെ പ്രകാശവും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിത്ത് മുളച്ച് ആ ചെറിയ മുള പതിയെ ഒരു ചെടിയായി വളർന്നു. വർഷങ്ങൾ കടന്നുപോയി ചെറിയ ചെടി വേപ്പുമരമായി മാറി. അതിന്റെ കൊമ്പുകളിൽ പക്ഷികൾ കൂടുകൂട്ടി. യാത്രക്കാർ അതിന്റെ തണലിൽ വിശ്രമിച്ചു. കുട്ടികൾ മരത്തിന്റെ ചുവടിൽ കളിച്ചു. വേപ്പിന്റെ ഇലകളും പൂക്കളും കായ്കളും മനുഷ്യർ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. അതുകൊണ്ട് വേപ്പ് ഗ്രാമത്തിലെ പ്രിയപ്പെട്ട മരങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഇന്ന് വേപ്പൂരം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. നമ്മൾ വളരുമ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഒരു വേപ്പ് സാധാരണ മരമല്ല, പ്രകൃതി മനുഷ്യന് നൽകിയ അമൂല്യ സമ്മാനമാണ്. കയ്പുള്ള ഇലകൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നു. നൂറ്റാണ്ടുകളായി വേപ്പ് മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷികൾക്ക് അഭയവും മനുഷ്യർക്ക് തണലും പ്രകൃതിക്ക് സംരക്ഷണവുമാണ്. ഈ വൃക്ഷം നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു കാവൽക്കാരനാണെന്ന് തന്നെ നമുക്ക് പറയാം. പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെ സംരക്ഷിക്കും. വേപ്പിന്റെ ചരിത്രം, ഗുണങ്ങളും അതിൻ്റെ അത്ഭുതകരമായ യാത്രയും അറിയാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. 150 മുതൽ 200 വർഷം വരെ ഈ വേപ്പ് ജീവിക്കുന്നു. ഈ മരത്തിന്റെ ആയുസ് അത്രയുമാണെന്ന് പറയപ്പെടുന്നത്. വേപ്പിന്റെ ഇലയും പൂവും കായും ഒക്കെ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. വേനൽക്കാലത്ത് പച്ചപ്പ് നിലനിർത്താനായിട്ട് വേപ്പിന് കഴിയുമെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ വേപ്പിന്റെ ഗ്രാമത്തിന്റെ മരുന്നുകട എന്നാണ് വിളിക്കപ്പെടുന്നത്. വേപ്പിന്റെ രഹസ്യങ്ങൾ, അത്ഭുതങ്ങൾ ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു ചെറിയ വിത്തിൽ നിന്ന് തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേപ്പിന്റെ യാത്ര പ്രകൃതിയുടെ മഹത്വം ഓർമ്മപ്പെടുത്തുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ കുട്ടികൾ വേപ്പുമരത്തിന്റെ ചുവട്ടിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മുത്തശ്ശൻ അവരോട് പറഞ്ഞു, ഈ വേപ്പുമരം വർഷങ്ങളായി മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉപകാരമാണ് ചെയ്യുന്നത്. ഒന്നും തിരിച്ചു കിട്ടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ പതിഞ്ഞു. അവർ കൂടുതൽ മരങ്ങൾ നട്ടു വളർത്താനും പ്രകൃതിയെ സംരക്ഷിക്കാനും തീരുമാനിച്ചു. ഇന്നും ആ വേപ്പുമരം ഗ്രാമത്തിന്റെ കാവൽക്കാരനായി നിലകൊള്ളുന്നു. കാറ്റിൽ ഇലകൾ ആടുമ്പോൾ അത് പറയുന്ന പോലെ തോന്നും, പ്രകൃതിയെ സ്നേഹിക്കൂ, മരങ്ങൾ നട്ടു വളർത്തൂ, ഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റൂ. അപ്പോൾ വേപ്പിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.